വിശ്വാസം എന്നത് ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള ഒരു അറിവാണ്. അത് തെളിവുകൾക്കപ്പുറമാണ്. ഇത് ഖലീൽ ജിബ്രാനാൽ എഴുതപ്പെട്ട ഒരു വാക്കാണ്. അത് ഒരു ദൈവവിശ്വാസത്തെക്കുറിച്ച് ഓക്കെയാണ്. പലപ്പോഴും പേഷ്യൻസിന് ഡോക്ടറിൽ വലിയ വിശ്വാസമായിരിക്കും. പക്ഷെ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, അഡ്വേഴ്സ് ഈവൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യം വന്നാൽ ഡോക്ടർക്ക് അഗെയിൻസ്റ്റ് ആകും ഈ വിശ്വാസി. അങ്ങനെ ഡോക്ടർക്ക് അഗെയിൻസ്റ്റ് ആകുമ്പോൾ ഡോക്ടറെ സഹായിക്കാനായിട്ടൊരു റിട്ടേൺ ഡോക്യുമെന്റ് തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻവാസീവ് പ്രൊസീജിയർ, ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ഒരു ഇൻഫോംഡ് കൺസേൺ ഉണ്ടായിരിക്കണം. ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങിയിരിക്കണം. അങ്ങനെ ഒരു കൺസേൺ ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങുന്നത് ആ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ട്രീറ്റിംഗ് ടീം മെമ്പർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ട്രെയിനിങ് പാർട്ടായിട്ട് അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഈ സൂപ്പർവൈസ് ചെയ്യുന്ന ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണിത്. നമ്മൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റായ COP 7E കെയർ ഓഫ് പേഷ്യൻസിലെ 7ാമത്തെ സ്റ്റാൻഡേർഡിലെ എന്ന് പറഞ്ഞ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇൻഫോംഡ് കൺസേൺഡ് ഈസ് ടേക്കൺ ബൈ ദ പേഴ്സൺ പെർഫോമിംഗ് ദ പ്രൊസീജിയർ വെയർ ആപ്ലിക്കബിൾ. ഇതിൻ്റെ മറ്റൊരു വെർഷൻ നമുക്ക് PRE 4E കാണാൻ പറ്റും. PRE 4E ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ സഹിതം ഇങ്ങനെയാണ് പറയുക: കൺസേൺ ലെറ്റർ വാങ്ങുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പേഷ്യന്റിനോട്, ബൈസ്റ്റാൻഡറിനോട്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഡോക്ടറോ ആ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടറുടെ ടീമിൻ്റെ മെമ്പറോ ആയിരിക്കണം. അതിനുശേഷം ലെറ്റർ ഒപ്പിട്ട് വാങ്ങുന്നത് നേഴ്സ് ആകരുത്, അവിടുത്തെ ഒരു PRO ആകരുത്, ആ ഡോക്ടറുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വ്യക്തമായി PRE 4E പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ COP 7 PRE 4 ഇവിടെ ഇതൊരു കമ്മിറ്റ്മെന്റ് കാറ്റഗറി ആണെങ്കിൽ PRE 4E ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. സോ നമുക്കിവിടെ വളരെ കൃത്യമാണ് ഇത് പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യണം, അവരുടെ സൈൻ വാങ്ങിയിരിക്കണം. അത് ആരെങ്കിലുമല്ല ചെയ്യേണ്ടത്, ആ പെർഫോമിംഗ് ഡോക്ടർ ഓർ ടീം മെമ്പർ. COP 7E.